സാഹസിക ജല കായിക മത്സരങ്ങളുമായി കോഴിക്കോട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 27 തുടക്കമാകും. ബേപ്പൂർ ബീച്ച്, ചാലിയം ബീച്ച്, നല്ലൂർ മിനി സ്റ്റേഡിയം എന്നീ വേദികളിൽ 3 ദിവസങ്ങളിലായി സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ഡ്രോൺ ലൈറ്റ് ഷോ, ജലകായിക മത്സരങ്ങൾ, സംഗീത വിരുന്ന് എന്നിങ്ങനെ വിവിധ പരിപാടികൾ അരങ്ങേറുന്ന മനോഹര നിമിഷങ്ങൾക്കാണ് കോഴിക്കോട് ഈ മാസം 27 വേദിയാവുക. ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പരിപാടികൾ കഴിഞ്ഞ 13 മുതൽ തന്നെ കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 25 മുതൽ 31 വരെ നല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഭക്ഷ്യമേള നടക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട് നിരവധി ടൂറിസം പദ്ധതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലബാർ ടൂറിസം വികസിക്കുന്നത് കേരള ടൂറിസത്തിന് ഏറെ കരുത്തു പകരുന്നതാണ്. അതുകൊണ്ട് ഒരു വലിയ ഇവന്റ് മലബാറിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം കൂടിയായ ബേപ്പൂരിൽ, മനോഹരമായ ബീച്ചുകളുള്ള ബേപ്പൂരിൽ ഒരു വലിയ വാട്ടർ സ്പോർട്സ് അടങ്ങിയ ഒരു ഇവന്റ് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. ആദ്യം ചർച്ച ചെയ്തപ്പോൾ ചില തടസ്സങ്ങളുണ്ടായി. കോവിഡിന്റെ സമയമായി. എന്നാൽ കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഒരു വലിയ ഇവന്റ് കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിലും ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്നത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റായി. കാണികളെ ഹരം കൊള്ളിക്കുന്ന സർഫിംഗ്, സെയിലിംഗ്, കയാക്കിംഗ്, കൺട്രി ബോട്ട് റേസ് തുടങ്ങി നിരവധി ജലസാഹസിക പരിപാടികളാണ് ബേപ്പൂർ ബീച്ചിൽ സംഘടിപ്പിക്കുന്നത്. കൂടാതെ മലബാറിലെ ടൂറിസം സാധ്യതകൾ ലോകത്തിനു മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനായി ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 27 ബിസിനസ് ടു ബിസിനസ് മീറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ നടന്മാരായ ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ വിശിഷ്ടാതിഥികളാവും. ന്യൂസ് മലയാളം, കോഴിക്കോട്.